വലിയ ഒരു ആരാധനയും അടുപ്പവും തോന്നിയിട്ടുണ്ട് ചേട്ടൻ്റെ കഥകൾ കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് മരണത്തെയൊക്കെ മുഖാമുഖം കണ്ടുകൊണ്ട് ഒരു വലിയൊരു ആഘാതമൊക്കെ നേരിട്ടതിന് ശേഷവും പിന്നീടും ആ ജോലിയിലേക്ക് പോവുക. ഇപ്പം ഞാൻ ഒരുപാട് ഡ്രൈവേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ഇടിച്ച് അവർ കുറച്ച് നേരം അത്യാസന്ന നിലയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ആ പ്രൊഫഷൻ അങ്ങ് ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതെന്തൊരു ജീവിതമാണ്. കുടൽമാല പുറത്തു വന്നു എന്നൊക്കെ ഉള്ള വാർത്തകളിൽ നിന്ന് ഒരു പാപ്പാൻ തിരിച്ച് പിന്നെയും തോട്ടിയെടുത്ത് ആനപ്പണിക്കിറങ്ങുകയാണ്. എന്താണ് ഈ ഈ ജോലിയോട് ഇത്ര മാത്രം ഇഷ്ടം, ഇത്രമാത്രം ഒരു പാഷൻ? കൃഷ്ണ ഗുരുവായൂരപ്പാ എൻ്റെ ഗുരുക്കന്മാരെ കാത്തോളണം. അതായത് കരയിലെ ഏറ്റവും വലിയ ഒരു ജീവിയാണ് ആന. ആനയെ കണ്ട് കൗതുകം തീരുന്ന ഒരു വ്യക്തികളും നമ്മുടെ ഭാരതത്തിലെ കൊതി തീരുന്ന ജനങ്ങളില്ല. ആ രീതിയിൽ കാണുന്ന ഒരു മൃഗത്തെ അത്രയധികം സ്നേഹവും വാത്സല്യവും എൻ്റെ ചെറുപ്പം മുതലേ കടന്നുകൂടിയത് കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ഒരാനക്കാരനാകണം എന്നുള്ളൊരു വലിയ സങ്കല്പം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ അത് അത് ചെറുപ്പം മുതലേ അതിനോടൊരു വലിയ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാടിനടുത്ത് കരുവറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അനവധി ആനക്കാർ പഴയ കാലത്ത് അനവധി ആനക്കാരുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് അന്ന് ആനകളെയെല്ലാം ഏതൊരാനയുണ്ടെങ്കിലും ആനകളെ ആനക്കാരുടെ വീടുകളിൽ അല്ലെ പരിസരത്ത് കൊണ്ട് നിർത്തുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് ഇതിനെ എന്നും കാണുവാനും ഈ ആനക്കാർ ആനയായിട്ട് ഇടപഴകി ജീവിക്കുന്നത് കാണുന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമായുണ്ട്. ഇതിലേക്ക് ഒരുപാട് ആകർഷണം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതുകൊണ്ട് ഞാനൊരു ആനക്കാരനാകണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിലേക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ അടുത്ത സമയത്ത് നമ്മുടെ കരുവറ്റ ഗോലോകാശ്രമം എന്ന് പറയും, അവിടെ ഒരാനയും കൊണ്ട് എൻ്റെ ആശാൻ, ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വീട് മാവേലിക്കര പെരിങ്ങിൽപ്പുറത്ത് ആഴാ വീട്ടിലെന്ന് പറഞ്ഞ് വീട്ടിലെ ആയിരുന്നു. രാജൻ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പിന്നീട് രാജൻ സ്വാമി എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് തോട്ടമൺ ഗോവിന്ദനുണ്ണിത്താൻ്റെ ഒരു മധു എന്ന് പറഞ്ഞ ഒരു ആനയായിട്ടാണ് ഈ കരുവറ്റ ആശ്രമത്തിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ആഗ്രഹം വളരെ സഫലീകരിച്ച് തന്ന ഒരാശാനാണ്. അദ്ദേഹത്തിനെ എന്നും ഞാൻ സ്മരിച്ച് ഇന്നും അന്നും ഈ ഈ ജോലിക്ക് പോകുന്ന ഏത് സമയത്ത് ഏതൊരു ആവശ്യത്തിനും അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കും. അല്ലെ ഒരു വാക്കുകൾ തന്നെ ഉച്ചരിക്കുമ്പം അദ്ദേഹത്തിനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഞാൻ അതിനെല്ലാം പോകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ആ ജോലികൾ അഭ്യസിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുവാനും വീട്ടിലറിയാതെ പോയ ഒരു സംഭവമാണ്. എൻ്റെ ആഗ്രഹം കൊണ്ട് ആ ആനയോടും ആ ആശാനോടും അത്രയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എന്നെയും കൊണ്ട് പോവാണ്. അങ്ങനെയാണ് ആനപ്പണിയിലേക്കുള്ള ഒരു വലിയ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം നിന്ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ജോലി എടുക്കുവാനും വളരെ സമാധാനപരമായിട്ടും അതേപോലെ തന്നെ അച്ചടക്കത്തോടു കൂടി ഒരു ആനക്കാരൻ എങ്ങനെ പെരുമാറണം, ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ളൊരു വലിയൊരു സമ്പത്ത് എനിക്ക് സമ്പാദിച്ചു തന്നത് ആ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ആ നാമകരണത്തിലാണ് ഇന്നും അച്ചടക്കത്തോടുകൂടിയും സമാധാനത്തോടും കൂടിയും ഇന്നും ആ ജോലി വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനോടകം തന്നെ ഏതാണ്ട് ഞാൻ 76-ൽ ഈ ജോലിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷക്കാലം നിന്ന് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ തന്നെ എനിക്ക് ഒരാനയെ അഴിച്ചു കെട്ടാനുള്ള ഭാഗ്യം അദ്ദേഹം തന്നു. അത് കഴിഞ്ഞ് പല ആനകളെയും പല ഉടമസ്ഥന്മാരുടെ ആനകളെ അഴിച്ചു കെട്ടാനുള്ള ഒരു ഭാഗ്യമൊക്കെ തന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞാൻ അന്നും ഇന്നും ഈ ജോലി മുന്നോട്ട് നയിച്ചു പോകുന്നത്. അങ്ങനെ പല ആനകളെ അഴിച്ചു കെട്ടുവാനും പല ആനകളിൽ നിന്ന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഒരുപാട് വളരെ നമുക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള ശാരീരികമായിട്ടുള്ള യാതൊരു അംഗവൈകല്യങ്ങളും ഇല്ലാതെ ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വീണ്ടും ആ ജോലിയിലേക്ക് എനിക്ക് ഇപ്പോഴും ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഭഗവാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടും ഈ ആ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇന്നും അന്നും കഴിയുന്നുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ അഹങ്കാരങ്ങളോ ആവേശങ്ങളോ ഒന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ജോലി കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അതെന്നെ പഠിപ്പിച്ചു തന്നു. ആ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും ഒരാനയെ അഴിച്ചു കെട്ടി സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്ത് വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു ഭാഗ്യം ഇന്നും ഇന്നും എനിക്കത് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് അത് സാധിക്കുന്നത്. ഈ എല്ലാ വട്ടം സംസാരിക്കുമ്പോഴും ചേട്ടൻ എടുത്തു പറയുന്ന ഒരു പേരാണ് ഈ ഗുരുവിൻ്റെ. അല്ലെങ്കിൽ ഗുരുവിൻ്റെ ശിക്ഷണം, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് അഭ്യസിച്ചതാണ് ഇതെല്ലാം. ഗുരുവാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്നൊക്കെ. ഈ ജോലിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഈ ചങ്കൂറ്റത്തിനും അല്ലെങ്കിൽ ധൈര്യത്തിനും ഒക്കെ അപ്പുറത്ത് ഗുരുത്വം തന്നെയാണോ? 100%. അതായത് ഒരു ശിക്ഷണം. അതായത് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരാനകളെ കഴുകുന്നത് ബ്രഷിനല്ല. ബ്രഷിന് ആനകളെ കഴുകാൻ പാടില്ല ശരിക്കും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയോട് അത് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയം കൂടിയല്ല. എങ്കിൽ പോലും ഞാൻ വളരെ അറിവിന് വേണ്ടി പറയുന്നത്, തേങ്ങയുടെ തൊണ്ട് കൊണ്ട് വേണം അത് ചെത്തി വൃത്തിയാക്കി ആനയെ കഴുകാനുള്ള അത് പരിശീലിക്കണം. പരിശീലിച്ചെങ്കിൽ മാത്രമേ ആനകളുടെ ആരോഗ്യത്തെയും അതേപോലെ തന്നെ ആനയുടെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ, ആനകളുടെ നഖത്തിൻ്റെ വീറ് കഴുകാൻ, ചെരുപ്പടിയുടെ നടയുടെ ആണേലും അമരത്തിൻ്റെ ആണേലും ചെരുപ്പടികളുടെ വീറ് കഴുകണം. കഴുകിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിപത്തെന്ന് പറയുന്നത് ആനകൾക്ക് ഈ പാദരോഗം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വളരെ മാരകമായ ഒരു അസുഖമാണ്. നിസ്സാര അസുഖമാണെങ്കിലും അതൊരു മാരകമായ അസുഖമായിട്ട് മാറാൻ കഴിവുള്ള ഒരു സാധനമാണ് ഈ പാദരോഗം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അതുണ്ടാകുന്നത് മൂത്രവും എരണ്ടും. അതായത് മൂത്രവും എരണ്ടും ഒഴിക്കുന്നിടത്താണല്ലോ ഇത് നിൽക്കുന്നത്. കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് ചവിട്ടി വളരെ ഭംഗിയായിട്ട് ചവിട്ടിയിട്ടൊക്കെ നിൽക്കുക. അങ്ങനെ അത് നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ഇരുന്നിട്ട് ഇത് ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ഇത് അഴുകും. അങ്ങനെയാണ് ഈ പാദരോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അല്ലാതെ വേറെ മറ്റുള്ള ഒരു അസുഖമൊന്നും അല്ല ഇത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഈ ചകിരി തന്നെ വേണം. ഒരു ബ്രഷ് കയറില്ല. ആനയുടെ നടയുടെയോ അമരത്തിൻ്റെയോ ചെരുപ്പിടിയുടെ വീറിൻ്റെ അവിടെ ഈ നഖത്തിൻ്റെ ഇടയ്ക്ക് ഈ ബ്രഷ് കയറില്ല. ഒരിക്കലും കയറില്ല. അവിടെ എത്തത്തുമില്ല. അതേസമയം ചകിരിയാണെങ്കിൽ വൃത്തിയായിട്ട്, പക്ഷേ അത് ജോലിയുണ്ട്. അത് പഠിക്കണം. അതിനാണ് ഒരു ആശാൻ വേണമെന്ന് പറയുന്നതും ആശാൻ്റെ ശിക്ഷണം വേണമെന്ന് പറയുന്നതും. അല്ലാതെ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ നിന്നുകൊണ്ട് അത് പഠിച്ച് സ്വയസിദ്ധമാക്കാൻ കഴിയത്തുമില്ല.